സ്വത്തുവിഹിതം ആവശ്യപ്പെട്ട് ലച്ചു, കൊടുക്കില്ലെന്ന് ബാലു. ഉപ്പും മുളകും ഇന്ന് രാത്രി 7:30. അതും കൂടെ വെച്ചാൽ നല്ല സുന്ദരിയായിരിക്കും കേട്ടോ. സുന്ദരിയല്ല, വന്നപ്പോ കാലിൽ എന്താ മുള്ളു കൊള്ളുന്നുണ്ട്. ക്യാരക്ടർ ഒന്നുമല്ല, ഞാൻ അല്ലേലും ഇങ്ങനെ. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടു പോയി. രണ്ടുകാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടു പോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടു. കോമിക്കലായിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ അസാധ്യമായിട്ട് അവതരിപ്പിച്ചു. എന്തടി കല്യാണി മുല്ലപ്പൂവാസന കൊല്ലത്തു നാരാനും വന്നി. പാട്ടാണെങ്കിലും പാട്ട് നല്ല കിടുവായിരുന്നു. പാട്ടഴകിന്റെ വിരുന്നിലേക്ക് ആലപ്പുഴക്കാരി അലമേലു. വെൽക്കം വൈഗ ലക്ഷ്മി ഓൺ സ്റ്റേജ്. ഇന്ന് രാവിലെ എനിക്ക് ചെമ്പരത്തിപ്പൂ വേണോന്ന് പറഞ്ഞു. ഞാനത് പറിക്കാൻ പോയിട്ട് പിന്നെ വന്നപ്പോഴത്തേക്ക് കൊച്ചിനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞുതരാം മോളെ, എന്താ നടന്നെന്നറിയോ ശരിക്കും? ഇല്ല. നിങ്ങളെ രണ്ടുപേരെയും കൂടെ എടുത്തിട്ട് പിന്നെ 5-6 പേരുണ്ടായിരുന്നു. സൈക്കിൾ ഓട്ടാൻ പറഞ്ഞു. സൈക്കിൾ ഓട്ടാൻ പറഞ്ഞപ്പോ നിങ്ങളെല്ലാരും സൈക്കിൾ ചവിട്ടി, പക്ഷെ ഒരാള് മാത്രം ചവിട്ടിയില്ല. ആരാന്നറിയോ? മീനുട്ടി. അതെന്താ? എനിക്കറിയായിരുന്നല്ലോ. അല്ല, മീനുട്ടി മാത്രം ചവിട്ടാതിരുന്നു. അപ്പൊ എനിക്കൊരു അപ്പൊ ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലായിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചു, എന്താ മോളെ അങ്ങനെ എന്ന് ചോദിച്ചു. അവ പറഞ്ഞു, ഞാൻ ഇറക്കം വിടുകയായിരുന്നു. ചവിട്ടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനാണ് ഇവിടെ വന്നിരിക്കുന്നത്. മീനുട്ടി ഒരു ചലഞ്ച്. ഒരു ദിവസം ഇങ്ങനെ വരാവോന്നല്ല, ഞാൻ തോറ്റിരിക്കുന്നു. വേണ്ട, എനിക്ക് താല്പര്യമില്ല. വേണ്ട, അച്ഛനൊന്ന് കണ്ടോട്ടെ. വേണ്ട വേണ്ട വേണ്ട. ഇതോ? ഇതെനിക്ക് വേണ്ട, നീ വെച്ചോ. ഇപ്പുറത്തും കൂടെ വെച്ചാൽ നല്ല സുന്ദരിയായിരിക്കും കേട്ടോ. സുന്ദരിയല്ല, അല്ലേ? പിന്നെ എന്താ പേര്? എന്റെ പേരോ? പേര് മറന്നുപോയി. സംഭവം കൊള്ളാം മോളെ. അതെ, ഇതിങ്ങനെ ആടുവോ ഇങ്ങനെ? അതൊന്നും പിടിച്ചു വലിക്കല്ലേ. അതിൽ കൂടെ ഒരു വൈഫൈ കണക്ഷൻ ഇല്ലേ ആന്റിനെ കൂടെ? അതിൽ ഏത് പാട്ടാണ് വരണേ? 4G പാട്ട്. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കൊല്ലു നാരായണൻ കട്ടോണ്ടു പോയി. വന്നപ്പോ കാലിൽ എന്താ മുള്ളു കൊള്ളുന്നുണ്ട്. നങ്ങേലി പെണ്ണെ ആരാണ് മ്യൂസിക്? ഇതാണ് നങ്ങേലി. മ്യൂസിക് ഡയറക്ടർ MK അർജുനൻ സാർ. ആണോ? ഏത് സിനിമയാണ്? സിനിമ ചട്ടമ്പി കല്യാണി. ആരാണ് പാടിയത്? പാടിയത് മാധുര്യമ്മ. ക്യാരക്ടർ വിടാതെ ഇത്ര നിന്നതിന് മിടുക്കേട്ടാ. അതെ, ക്യാരക്ടർ ഒന്നുമല്ല, ഞാൻ അല്ലേലും ഇങ്ങനെ. ആണോ? അല്ലേലും മട്ടാണോ? പാടുന്നുണ്ടോ അതോ പാടുന്നു? കൂടുതൽ വട്ടാക്കണോ? വേണ്ട, പാടുന്നുണ്ട്. പാടിയോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ. അയ്യോ, നന്ദിയുണ്ട് സുഹൃത്തേ, നന്ദി. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടു പോയി. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടു പോയി. രണ്ടുകാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടു പോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടു പോയി. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടു പോയി. രണ്ടുകാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടു പോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടു പോയി. കൊട്ടാരം പാറുനെ കൊണ്ടാലും നോവൂല, കുട്ടപ്പൻ ചേട്ടന് കൊള്ളാനും ചുണയില്ല. കൊട്ടാരം പാറുനെ കൊണ്ടാലും നോവൂല, കുട്ടപ്പൻ ചേട്ടന് കൊള്ളാനും ചുണയില്ല. സരിഗമ പദനിയിൽ ഉറകെട്ടി തൂക്കി, അതിലൊരു വല്യമ്മ തലകെട്ടി തൂക്കി. സരിഗമ പദനിയിൽ ഉറകെട്ടി തൂക്കി, അതിലൊരു വല്യമ്മ തലകെട്ടി തൂക്കി. സരിഗമ പദനി
ധനി സാ ഓലക്കേട് മൂട് നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടുപോയി. ഓ രണ്ടുകാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. എന്തടി കല്യാണി മുല്ലപ്പൂവാസന കൊല്ലത്തു നാരാനും വന്നിട്ടുണ്ടോ? ഓ ഓ ഓ ഓ ഓ ഓ എന്തടി കല്യാണി മുല്ലപ്പൂവാസന കൊല്ലത്തു നാരാനും വന്നിട്ടുണ്ടോ? അഴകിയ രാവണൻ വന്നിട്ടുണ്ട്. അഴകിയ രാവണൻ വന്നിട്ടുണ്ട്. അവനെന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. കല്യാണിയല്ല ഞാൻ, കാളിയല്ലോ മഹാകാളിയല്ലോ ഭദ്രകാളിയല്ലോ. കല്യാണിയല്ല ഞാൻ, കാളിയല്ലോ മഹാകാളിയല്ലോ ഭദ്രകാളിയല്ലോ. രാധിക വീര പോരിന് വാട, മീൻ വെട്ടും കത്തിക്ക് തേനൂട്ടാൻ വാട. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടുപോയി. ഓ രണ്ടുകാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. ഓലക്കേട് മൂട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് ഇനി ഒറ്റ ക്ലിക്കിൽ സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്കായ മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ MyTea.in നിന്നും നിങ്ങളുടെ ഫേവറേറ്റ് ഗാഡ്ജറ്റ്സ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കാം. അതും മൈജി ഓൺലൈൻ ഒരുക്കിയിരിക്കുന്ന അടിപൊളി ഓഫറുകളോടൊപ്പം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമായ മൈജി ആപ്പിലൂടെയും പർച്ചേസ് ചെയ്യാം. ഇനി പോക്കറ്റ് കാലിയാക്കാതെ പുതുപുത്തൻ ഗാഡ്ജറ്റുകൾ വാങ്ങാം, അപ്ഡേറ്റ് ആയിരിക്കാം. വേറൊരു റേഞ്ച് ആണ് മൈജി. വട്ടാണെങ്കിലും പാട്ട് നല്ല കിടുവായിരുന്നു. താങ്ക് യു സർ. എല്ലാ സ്ഥലങ്ങളും ഇതെങ്ങനെ ഓർത്തിരിക്കുന്നു ഇത്രയും വട്ടായിട്ട്? അതാണ് എനിക്ക് സംശയം. ഇപ്പൊ മാറുകയും ചെയ്തല്ലേ, ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഏതായാലും പാട്ട് കാലക്ക് കേട്ടാ, ഒന്നും പറയാനില്ല. എല്ലാ സ്ഥലങ്ങളും വളരെ പവർഫുൾ ആയിരുന്നു. പാടിയതെല്ലാം തന്നെ ശ്രുതിശുദ്ധമായിരുന്നു. വേറെ വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങളുടെ ഈ ജഡ്ജിങ് പാനൽ അല്ലേ കുട്ടാ, മാർക്ക് ഇടുമ്പോഴത്തേക്ക് ഏത് പാട്ടാണെങ്കിലും സിമ്പിൾ ആണെങ്കിലും ഹെവി ആണെങ്കിലും ആ പാട്ടിനൊരു പൂർണ്ണ രൂപം നൽകാൻ ഒരു കണ്ടസ്റ്റന്റിന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു മാർക്ക് നമ്മൾ ഡിസൈഡ് ചെയ്യും അല്ലേ? ഷുവർ അല്ലേ? അങ്ങനെയാണ്. എന്ത് പറയുന്നു കുട്ടൻ? പറയൂ. ഏതൊരു സമയത്തും അങ്ങനെയാണ്. ആ പാട്ടിന്റെ ജോണർ എന്താണ്, ആ ജോണറിനോട് നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് കൊടുത്തിരിക്കും. അതെ, പ്രത്യേകിച്ചും നമ്മൾ ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഫൈനൽ 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 ദി ഗ്രാൻഡ് ഫിനാലെ. അപ്പൊ അതിനു മുമ്പ് എല്ലാ ടൈപ്പിലുള്ള പാട്ടുകൾ നിങ്ങൾ നല്ല കുട്ടപ്പന്മാരായിട്ട് പാടി എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ഫൈനൽ. അപ്പൊ എന്ത് പറ്റും? ഈ ടോപ്പ് സിംഗറിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ ഏത് പാട്ട് കൊടുത്താലും എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു പാടും ഇല്ലേ? ശരിയാ. ഇപ്പൊ അലമേലു ഈ പാട്ട് പാടിയില്ലേ? അതുപോലെ തന്നെ നേരത്തെ കുട്ടന്റെ കുസുമവദന, അത് കുറേ സംഗതികളും അതും ഇതുമൊക്കെ ഉള്ളതാണ്. അതിനും കിട്ടിയില്ലേ ഒരു ഗോൾഡൻ ക്രൗൺ. അപ്പോൾ ആ ടൈപ്പിലുള്ള ഒരു പാട്ട് കുട്ടൻ തരികയാണെങ്കിലും ഈ ടൈപ്പിലുള്ള ഒരു പാട്ട് കുട്ടൻ തരികയാണെങ്കിലും ഇവിടെ നിറങ്ങുന്ന ഒരു കുട്ടിക്ക് പാടാൻ സാധിക്കണം. അതാണ് ടോപ്പ് സിംഗർ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എന്തടി കല്യാണി ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പാടിക്കൊടുത്തേ. എന്തടി മീനുട്ടി. അതുകൊള്ളാം. നീ അപ്പമാരി കേട്ടോ. എന്തടി മീനുട്ടി മുല്ലപ്പൂവാസന കൊല്ലത്തു നാരാനും വന്നിട്ടുണ്ടോ? എന്തടി മീനുട്ടി മുല്ലപ്പൂവാസന പാലേ നാരാനും വന്നിട്ടുണ്ടോ? അഴകിയ രാവണൻ വന്നിട്ടുണ്ട്. അഴകിയ രാവണൻ വന്നിട്ടുണ്ട്. അവൻ എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. കല്യാണി
പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് കേട്ടോ വൈകയ്ക്ക്. എന്തൊരു സുഖം. ഇത് വട്ടിനെ പാട്ട് പിടിച്ചാണോ അതോ പാട്ടിന് വട്ട് പിടിച്ചാണോ എന്ന് എനിക്ക് സംശയം. ആ രണ്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടുണ്ടല്ലേ? പക്ഷെ എനിക്ക് വട്ടായി കേട്ടോ. പക്ഷെ ഈ പാട്ട് വട്ടായിട്ട് പാടിയാലാണ് കൃത്യം. അത് നന്നായിട്ട് ആ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ജോണറിന് എന്താണ് വേണ്ടത് അത് ചെയ്യാന്നുള്ളത്. അപ്പോൾ കോമിക്കലായിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ അസാധ്യമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു സർ. അതിന് നല്ലൊരു കൈയ്യടി കൊടുക്കാനായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക്കലായിട്ട് ഇഷ്ടപ്പെട്ടത് ആ 2/4 ഫ്രേസ് ഇല്ലേ? 2/4 ഫ്രേസ് വരുന്നു. എന്തേടി ആ കല്യാണം. അത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് 4 കാലുള്ളൊരു നങ്ങേരി പെണ്ണിനെ പാടിയില്ലേ? അത് സഭാഷ്. 4 കാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ട് പോയി. 2 കാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ട് പോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ട് പോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ട് പോയി. പല പല സിറ്റുവേഷൻസിലൂടെ പോകുന്നതാണ് ഒരു പാട്ട് എന്ന് പറയുന്നത്. ആ പാട്ടിന്റെ പല സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് 180 ഡിഗ്രീസ് ഓപ്പോസിറ്റ് ആയിട്ട് പോകാൻ പറ്റും ഈസി ആയിട്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ആര്? വൈകൈ നദി. അലമേ ഇല്ലേ മിനി? 2 കാലുള്ളൊരു വൈകക്കുട്ടിക്കിന്ന് നല്ലൊരു വട്ടായി പോയല്ലോ. ഓ 2 കൈയുള്ളൊരു വൈകക്കുട്ടിക്കിന്ന് ആനന്ദ നിർവൃതിയായല്ലോ. ഓ എനിക്ക് ആദ്യത്തെ ചിരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിരിച്ചോണ്ട് പാടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ കറക്റ്റ് എങ്ങനെയാണത്? അത് ആർക്കാണ് ഭ്രാന്ത് എന്നുള്ളത് ചോദിച്ചത്. ഇതപ്പോ കുറച്ച് കഴിഞ്ഞാൽ അവരും ചിരിച്ചു നോക്കും. നമ്മളെ പാട്ടിന്റെ ആ ഒരു സ്വഭാവത്തിലേക്ക് നന്നായിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുവന്നു. താങ്ക് യു മാം. ഒറ്റയാളായിട്ട് പല ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് തോന്നി കൊണ്ടുവന്നു. അതിന് ഒരു ഉഗ്രൻ കയ്യടി. ഗോഡ് ബ്ലെസ് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും ഇത്രയും പാടിയില്ലേ? ആ. എന്താന്ന് എന്തടി കല്യാണി പാലേന്ന് വന്നാണെന്നൊക്കെ ചോദിച്ചില്ലേ? സന്തോഷം. 98 out of 100. താങ്ക് യു സർ. അല്ല അതെങ്ങനെ മാർക്കിന് വട്ടായ? മാർക്കിന് വട്ടായി. മാർക്കിന് വട്ടായ കാണും, പക്ഷെ ഞങ്ങൾക്ക് വട്ടായില്ല. ഇറ്റ്സ് 100 out of 100. താങ്ക് യു സർ. 8 കാലുള്ളൊരു മീനുട്ടി പെണ്ണിന് ആണോ? അല്ല 4 കാലുള്ളൊരു അലമേലു പെണ്ണിന്. It is going to be a golden crown today. ആടിയൊരു കൊക്കച്ചിപ്പു കിട്ടി. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. താങ്ക് യു ടാറ്റ. താങ്ക് യു. എന്തടി കല്യാണി മുല്ലപ്പൂവായി